പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ. നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമാവേടിഞ്ഞോ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ. സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ. ആമായം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയെന്നേ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. നമുക്ക് 73-ാമത്തെ സങ്കീർത്തനം വായിക്കാം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. വായിച്ചു. അടുത്ത്. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിൽ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. ഇങ്ങനെയാകും ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു. ഉഷസോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മരിഴ്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ. കർത്താവായി നീ ഉണരുമ്പോൾ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. നിൻ്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു.
നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പ്രസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ട വിടുതൽ കർത്താവെ വചനത്തിലുണ്ട്. അത് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. കർത്താവെ, ഇന്ന് ഈ ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. വിടുതൽ കൽപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇരിക്കുക. ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നതിനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം പ്രഭാതത്തിൽ നമ്മുടെ സഭയുടെ ആരാധന തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഇത് അനേകർക്ക് പ്രയോജനമായി തീരുവാൻ തക്കവണ്ണം നാം ഇത് ചെയ്യുകയാണ്. ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം പ്രാർത്ഥനയുമായിരുന്നു. ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസം നാം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമുക്ക് വിശേഷാൽ നമ്മുടെ പ്രാണന് ഒരു പ്രതീക്ഷയുണ്ട്. മനുഷ്യനൊരു പ്രതീക്ഷയുണ്ട്, പ്രാണനൊരു പ്രതീക്ഷയുണ്ട്. ഇത് രണ്ടും ദൈവത്താൽ അല്ലെങ്കിൽ ദൈവികമാകുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം ധന്യമാണ്. അത് ഏത് യാത്രയ്ക്ക് പോയാലും ഉണ്ട്, ഏത് പ്രവൃത്തി ചെയ്യാൻ പോയാലും ഉണ്ട്, എന്ത് സംസാരിക്കാൻ പോയാലും ഉണ്ട്. അതൊരു വലിയ പഠനം തന്നെയാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാണൻ്റെ ആഗ്രഹവും ഇത് രണ്ടും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, എങ്ങനെ ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വചനം വിശദമായിട്ട് പഠിച്ചാലേ മനസ്സിലാവും. പൊതുവേ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹവും ഹൃദയത്തിൻ്റെ ആഗ്രഹവും പ്രാണൻ്റെ ആഗ്രഹവും രണ്ടല്ല, ഒന്ന് തന്നെ. ഇനി ആഗ്രഹം എന്താ? യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ എന്നേക്കും ആരാധിക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ സുരക്ഷിതനാണ്, അപകടമില്ല മനുഷ്യൻ. അങ്ങനെയുള്ളവരെ ദൈവമാണ് നടത്തുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യൻ ഏത് പ്രവൃത്തിക്ക് പോകുമ്പോഴും ഏത് കാര്യത്തിന് പോകുമ്പോഴും അതിന് അവനൊരാഗ്രഹവും പ്രതീക്ഷയുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ ശൗലിൻ്റെ പ്രതീക്ഷ അമാലേക്കിനെ ജയിക്കണം, അമാലേക്കിനെ നശിപ്പിക്കണം. എന്നാൽ ശൗലിൻ്റെ പ്രാണൻ്റെ പ്രതീക്ഷ ദൈവത്തിൻ്റെ കൽപ്പന. ഇതിനായിട്ടാണ് ശൗല് ജനിച്ചത്. ദൈവത്തിൻ്റെ കൽപ്പന അമാലേക്കിനെ സംഹരിക്കണമെന്നാണ്. അത് സംഹരിച്ചു കഴിഞ്ഞാൽ, മടങ്ങി വന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച നിലയുണ്ടാകും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിത്യജീവനാണ്. അതായത് ഭൂമിയിൽ ജനിക്കുന്ന ഏത് മനുഷ്യനെ കൊണ്ടും പ്രവർത്തിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കും, ഒരുപാട് കാര്യങ്ങൾ. ശുശ്രൂഷയെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പ്രവർത്തിച്ചെന്നിരിക്കും. പക്ഷേ അല്ല, അവൻ ജനിച്ചത് തന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നിവർത്തിക്കുമ്പോഴാണ് കാര്യം മാറുന്നത്. അപ്പോഴാണ് അബ്രഹാം ആയിത്തീർന്നതുപോലെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള നിലയിലേക്ക് മാറി. ദാവീദ് ആയിത്തീർന്നതുപോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള നിലയിലേക്ക് മാറി. കർത്താവായ യേശു ആ സമയം വന്നപ്പോഴേക്കും
ഒന്ന് വ്യാകുലപ്പെട്ടു പോയി. കാരണം അനുഭവിക്കാനിരിക്കുന്നത് അത്രയേറെ വ്യഥയാണ്. പുറമേ കാണുന്നവർക്ക് തോന്നും ഇതിനേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. മനുഷ്യവംശത്തിൽ അവൻ മാത്രമാണ് സുബോധമുള്ളവൻ. അവൻ മാത്രമാണ് ഏറ്റവും പ്രതികരണശേഷിയുള്ളവൻ. കാരണം അവൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് പോലെ വേറെ ആർക്കും അനുഭവിക്കാൻ കഴിയുകയില്ല. കാരണം ധാരാളം നമ്മൾ മദ്യപാനികളെ കണ്ടിട്ടുണ്ട്, ഭ്രാന്തന്മാർ കണ്ടിട്ടുണ്ട്. ഭ്രാന്തന്മാർ സ്വയം ഉപദ്രവിക്കും ശരീരത്തെ. അവർക്കത് വേദനയായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ മദ്യത്തെ സംബന്ധിച്ച് മദ്യം കഴിക്കുന്നവരുണ്ട്. അത് കഴിച്ചാലും അവരുടെ സുബോധം അങ്ങ് പോയി. പിന്നെ അവൻ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതാ. അവർക്ക് വേദനയില്ല. കാരണം അവർ ഇതുപോലെ തന്നെയാണ് മനുഷ്യവംശം മുഴുവനും. സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ പറയുന്നത് ജീവകാലമൊക്കെയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. ഒരു ഭ്രാന്ത് അവർക്കുണ്ട്. ഭ്രാന്തില്ലാത്ത ഒരുവൻ മാത്രം യേശു. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഭ്രാന്തനെ ഉപദ്രവിച്ചാൽ, മദ്യപാനിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഭാഗം പോലെ തന്നെയാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത്. മനുഷ്യന് 10 അടി അടിച്ചാൽ അവൻ വേദന എടുക്കുന്നില്ല. അവൻ അതിൻ്റെതായ അടിയുടെ ശരീരത്തിലെ സെല്ലുകൾ അല്ലെങ്കിൽ അസ്ഥി അത് തകരത്തക്കവണ്ണം അടിച്ചാലും അതിൻ്റേതായ വേദന അവനിലെത്തുന്നില്ല. കാരണം അവൻ്റെ ശരീരത്തിൽ നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ പാപം വ്യാപരിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ആത്മാവാണ്. അവൻ്റെ ലഹരിയില്ല, സുബോധമില്ല അവന്. അതിൽ തന്നെ നമുക്ക് പല മനുഷ്യരെ കൊണ്ടും നമ്മൾ ഉദാഹരണമായിട്ട് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ചില മനുഷ്യരെ കെട്ടിയിട്ട് തല്ലും. അതിനേക്കാൾ വേദനയുണ്ട് ചില മനുഷ്യർക്ക് അവരെ ഒന്ന് ശാസിച്ചു കഴിഞ്ഞാൽ, അവരെ കുറ്റം പറഞ്ഞാൽ, അവരെ തർജ്ജനം ചെയ്താൽ. അതിനേക്കാൾ ദുഃഖമുണ്ട് ചിലർക്ക് മുഖത്തെ ഭാവം മാറിയാൽ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വേദന, മനസ്സിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് അവൻ എത്രമാത്രം അവൻ്റെ ശരീരവും മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ 10,000-10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ട് തല്ലിക്കൊന്നാലും പൈസ കൊടുക്കില്ല. ചതറങ്ങി ചത്തോട്ടെ. കാരണം അതങ്ങനെ മൃഗപ്രായനെന്ന് പറയും. ഭ്രാന്തം കഴിഞ്ഞാൽ പിന്നെ അടുത്താണ് മൃഗപ്രായം. അങ്ങനെ ധാരാളം മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ഇതിലൊരാൾ തന്നെയാണ് നമ്മളെല്ലാവരും. ഇന്ന് കർത്താവ് നമ്മെ വിളിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ നമുക്ക് തന്നു. ഇന്ന് നമുക്ക് മാറ്റമുണ്ട്. ലോകത്തിലായിരുന്നത് പോലെയല്ല. നമ്മളുടെ നേരെ ഒരാൾ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ, കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കപ്പോൾ നമുക്ക് ഭാരം തോന്നും. കാരണം ദൈവികമായി പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരാളെ അതുപോലെ തന്നെ ഖണ്ഡിക്കാനും വേദനപ്പെടുത്താനും നമുക്ക് സാധിക്കാതെയും ഇരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരിക. ആ വളർച്ച പൂർത്തീകരണം വഹിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് എത്രമാത്രം നമ്മൾ ഭാരവും വേദനയും അനുഭവിച്ചുകൊണ്ടിരുന്നവരാ. അതൊക്കെ അനുഭവിച്ചല്ലോ എന്ന് നമ്മൾ ഓർക്കും. ഇന്ന് കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ക്രിസ്തുയേശുവിനെ വഹിക്കുന്നവരാണ്. സുബോധത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് യേശു അനുഭവിച്ചതാണ്. അപ്പോൾ ലോകത്തിൽ യേശു
സകല കഷ്ടതകളും സകല ഭാരങ്ങളും അനുഭവിച്ചു. അങ്ങനെയാണ്. അതുകൊണ്ട് തുല്യമായിട്ട് ഒരാൾക്കും അനുഭവിക്കാൻ സാധിക്കില്ല, അനുഭവിച്ചിട്ടില്ല, അങ്ങനെ അനുഭവം ഇല്ലതാണ്. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അടിച്ചതിനേക്കാൾ കൂടുതലായി അടി മനുഷ്യൻ്റെ ശരീരത്തിൽ മറ്റു മനുഷ്യൻ്റെ ശരീരത്തിൽ അടിച്ചിട്ടുണ്ടാകാം. പക്ഷേ യേശുവിൻ്റെ ശരീരം വേദന എടുത്തതുപോലെ അവർക്ക് വേദന എടുത്തിട്ടില്ല. കാരണം അനസ്തേഷ്യയൊക്കെ കൊടുക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ, മദ്യപിക്കുന്നവരെ പോലെ, മരവിപ്പിക്കുന്നവരെ പോലെ, സുബോധമില്ലാത്തവരെ പോലെ നമുക്കത് ഏറ്റുവാങ്ങാൻ കഴിയുന്നു. മനുഷ്യർക്കത് ഏറ്റുവാങ്ങാൻ കഴിയുന്നു. യേശുവിന് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ആ നിഷ്കളങ്ക മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. താരതമ്യം നോക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിച്ചതുപോലെ അനേകം പേർ അനുഭവിച്ചിട്ടുണ്ടെന്ന് പ്രസംഗിക്ക് കേൾക്കാറുണ്ട്. പലപ്പോഴും അബദ്ധമാണത്. അതിനെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിങ്കിലേക്ക് നമ്മളൊരു അപേക്ഷയുമായി വരുമ്പോൾ യേശു പറഞ്ഞു, ആ സമയം വന്നപ്പോഴേക്കും, ഏത് ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നേ? യേശു ലോകത്തിലേക്ക് എന്തിനാ വന്നേ? അതിന് പരമമായ ഒറ്റ വാക്കേ ഉള്ളൂ, മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ച് യാഗമായി തീർന്ന് മരിച്ചടക്കപ്പെട്ട് എഴുന്നേൽക്കണം. ഇതില്ലാതെ പാപപരിഹാരം നടക്കില്ല, വന്ന ഉദ്ദേശം നടക്കില്ല. ആ മനുഷ്യൻ എന്തിനു വേണ്ടി ജനിച്ചോ അത് നടക്കില്ല. പക്ഷെ ആ സമയം വന്നപ്പോഴേക്കും ചഞ്ചലിച്ചു. ചഞ്ചലിച്ചതല്ല, വ്യാകുലപ്പെട്ടു. പിതാവിനോട് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ വിടുവിക്കണം. അപ്പോൾ ആ മനുഷ്യൻ്റെ വേദന എന്തോരുണ്ടെന്ന് ഓർത്തോളണം. ആ നിഷ്കളങ്ക മനുഷ്യൻ്റെ വേദന എന്തോരുണ്ടെന്ന് ഓർത്തോളണം. കഴിയുമെങ്കിൽ ഈ നാഴികയിൽ നിന്ന് എന്നെ വിടുവിക്കണം. അപ്പോൾ തന്നെ പറഞ്ഞു, എങ്കിലും ഇതിനായിട്ടാണല്ലോ ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ ജനിച്ചത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ ഇവിടെ വരെ നടത്തപ്പെട്ടതിന് വേണ്ടിയിട്ടാണല്ലോ, ഞാൻ വളർന്നതിന് വേണ്ടിയിട്ടാണല്ലോ, എൻ്റെ ജന്മോദ്ദേശത്തിന് വേണ്ടിയിട്ടാണല്ലോ. നിൻ്റെ ഇഷ്ടം മതി എന്ന് പറയാനിടയായി. കാരണം യേശുവിൻ്റെ ആവശ്യവും യേശുവിൻ്റെ പ്രാണൻ്റെ ആവശ്യവും ഒന്നാകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താ? ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം യേശുവിന് ആ ശുശ്രൂഷ വെച്ചിരിക്കുന്നു, നമുക്കും ഈ ശുശ്രൂഷ വെച്ചിരിക്കുന്നു. നമുക്ക് മറ്റുള്ള മനുഷ്യർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ഇവിടെ വരുമ്പോഴേ തന്നെ പ്രാണൻ മരിച്ചതാണ്. കാരണം പാപജഡത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മരിച്ച ദേഹിയായിട്ടാണ് ഇവിടെ ജനനം മുതൽ ജീവിക്കുന്നത്. രണ്ടാമത്തത്, അതിന് സംസാരിക്കാൻ കഴിയില്ല. മൂന്നാമത്തത്, അത് കാണാൻ കഴിയില്ല, ദൃഷ്ടിയില്ല. അടുത്തത് പ്രധാനപ്പെട്ടത്, അഞ്ചാമത്തത്, അതിന് പ്രകാശമില്ല, വിരൂപമാണ്, വൈരൂപ്യം നിറഞ്ഞതാണ്. ഈ 4 കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളിവിടെ വരുമ്പോൾ, ഈ ശരീരത്തിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാണൻ സംസാരിക്കുന്നില്ല, നമ്മുടെ പ്രാണൻ ജീവിച്ചിട്ടില്ല, ചത്തു കിടക്കുക. നമ്മുടെ പ്രാണൻ വെളിച്ചം കാണുന്നില്ല, നമ്മുടെ പ്രാണൻ പ്രകാശിക്കുന്നില്ല. ഇത്രയും ആദ്യം മനുഷ്യൻ പഠിക്കണം. ഒരു മനുഷ്യന് ഏറ്റവും ആദ്യമേ തന്നെ ഈ 4 കാര്യങ്ങൾ പഠിക്കണം. ഇനി എന്താ വഴി? ഏറ്റവും ആദ്യമേ തന്നെ മരിച്ച പ്രാണൻ ജീവിക്കണം. രണ്ടാമത്, വെളിച്ചം കാണണം. മൂന്നാമത്തത്, സംസാരിക്കണം. നാലാമത്തത്, പ്രകാശിക്കണം.
ഈ 4 കാര്യങ്ങൾ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ പോരാ, മരണത്തിന് മുമ്പ് സംഭവിക്കണം. ഇവിടെ നിന്ന് ശരീരം വിട്ട് പോകുന്നതിന് മുമ്പ് ഈ 4 കാര്യങ്ങളും പ്രാപിച്ചില്ലെങ്കിൽ കാര്യം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി തീരണം. പാപമോചനം പ്രാപിച്ച് വെളിച്ചം കാണണം. അകൃത്യങ്ങളെ ക്ഷമിച്ച് അകൃത്യം നീക്കിക്കളഞ്ഞ് ജീവിക്കണം. ആരാധനയിൽ ദൈവം പ്രസാദിച്ച് സംസാരിക്കാൻ തുടങ്ങണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇതാ സുവിശേഷം മുഖാന്തരം നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പറയുക. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണം. ഇല്ല എങ്കിൽ ശരീരം അങ്ങ് വിട്ടതിന് ശേഷം എങ്ങോട്ടിറങ്ങും? അങ്ങനെയാണ് ശരീരം വിട്ടവർക്ക് ഇരുണ്ട കളർ വരും, ഇരുട്ട് പോലെ ഇരിക്കും. ലജ്ജ, മുഖത്ത് ലജ്ജയായിരിക്കും, പാതാളത്തിലായിരിക്കും, മിണ്ടാൻ സാധിക്കാതെ ആയിരിക്കും, ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. ഒരിക്കലും വെളിച്ചം കാണാത്ത നിലയിലായിരിക്കും. ഈ ഒരു നിലയിലേക്ക് നമ്മൾ പഠിക്കുന്നത് ഒരു മിനിറ്റിൽ എത്രയാണ്? 104 അതേ സെക്കൻഡിലോ 104 പേര് വെച്ച് 100-ൽ പരം പ്രാണങ്ങളാണ് ശരീരം വിട്ട് മരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവനും ഈ തരത്തിലാണ് പോകുന്നത്. ഇത് മുഴുവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്തത് മുഴുവനും ഈ നിലയിലാണ് പോകുന്നത്. ഇരുട്ടിലേക്ക്, സംസാരിക്കാൻ കഴിയാത്തതിലേക്ക്, പ്രകാശമില്ലാത്തടത്തേക്ക്, വെളിച്ചം കാണാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തീയ പ്രത്യാശ പറയുകയാണ്, ആദ്യം നീ ജീവിക്കണം. എങ്ങനെ? എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ക്രിസ്തു ഉയർപ്പിച്ചു. ഏറ്റവും ആദ്യം ജീവിക്കണം. രണ്ടാമത്തത് പ്രകാശിക്കണം. 3 പാപമോചനം പ്രാപിച്ച് വെളിച്ചം കാണണം. അടുത്തതാണ് ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അതാണ് ഈ ആരാധന എന്ന് പറയുമ്പോൾ ഈ പെന്തക്കോസ്തുകാരൊക്കെ അവരറിഞ്ഞായാലും അറിയാതെയായാലും മുഴുവനും വിട്ടിട്ടായാലും ഇന്ന് ദൈവത്തെ ആരാധിക്കണം എന്ന് കരുതി വരുന്നത്. അതുകൊണ്ടാണ് ഇതാണ് നമ്മളെ ഇതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത്. എന്താ? നമ്മൾ ആരാധനയിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാധിക്കാൻ ഞായറാഴ്ച പോയി ആരാധിക്കണം, സ്തോത്രകാഴ്ച ഇടണം, ഒരു സാക്ഷ്യം പറയണം, അത്രേ ഉള്ളൂ. പക്ഷെ പ്രാണൻ അങ്ങനെയല്ല. ദൈവമേ, ഇന്ന് ഞാൻ മടങ്ങുമ്പോൾ പ്രാണൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് ജീവിപ്പിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയില്ല. സംസാരിക്കുന്നതിൻ്റെ ആധാരം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താലാണ് സംസാരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സംസാരിക്കുന്നത്. ഇന്ന് ഇവിടുന്ന് മടങ്ങി പോകുന്നതിന് മുമ്പ് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്താൽ പഴയ നിയമത്തിൽ ആരാധന കഴിഞ്ഞ് പൂർണ്ണ സമാധാനമില്ലാതെ മടങ്ങിയതുപോലെയല്ല, പിന്നെയോ സമാധാനത്തോടുകൂടി കർത്താവ് ആരാധനയിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞാടിൻ്റെ രക്തം, കാളക്കിടാക്കളുടെ അല്ല, ആട്ടുകൊറ്റന്മാരെ അല്ല, ആ കുഞ്ഞാട്, യേശു എന്ന കുഞ്ഞാടിൻ്റെ, ദൈവകുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടവരായി, ആ രക്തത്താൽ സംസാരം തുടങ്ങിയവരായി ഇവിടുന്ന് മടങ്ങിയാൽ നമ്മുടെ ജീവിതം എന്താ? അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആഴം എത്ര വലുതാ, അതിൻ്റെ പ്രതീക്ഷ എത്ര വലുതാ? എല്ലാ മനുഷ്യരും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലൊരാശയുണ്ട്, അവർക്കൊരാശയുണ്ട്.
അവരുടെ പ്രാണൻ്റെ ആശയും അവരുടെ ആശയും ഒന്നായിക്കൊള്ളണമെന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ഓർത്തുകൊള്ളണം, ഞാനിന്ന് ഒരു യാത്ര പോവുക, ഞാനിന്ന് ഒരു ഉപവാസത്തിന് പോവുക, ഞാനിന്ന് എൻ്റെ സഹോദരൻ്റെ അടുത്ത് പോവുക. ഈ യാത്ര കൊണ്ടും ഈ പ്രവൃത്തി കൊണ്ടും ഞാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ശരി, എൻ്റെ പ്രാണൻ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ പ്രാണൻ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പ്രാണനിലേക്ക് നോക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. പ്രാണനിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ 42-ാം സങ്കീർത്തനം 42 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ ആത്മാവേ ആത്മാവ് തീയുക, വിഷാദിച്ചുള്ളിൽ ഞരങ്ങുക. ആത്മാവിന് വിഷാദം. അയ്യോ, ഞാൻ ഇന്ന് ഒരു നല്ല കാര്യത്തിനൊന്നും പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നത് എന്തിനാ വിഷാദിക്കുന്നത്? നീ അവിടെ നോക്കിയിട്ട് പറയുക, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്തിനാ? നീ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവുന്നു, ഇനിയും ഞാൻ ദൈവത്തെ സ്തുതിക്കും. നീ ഭാരപ്പെടണ്ട. ഈ പോകുന്നതിൽ എൻ്റെ ഉദ്ദേശം നമ്മൾ ആദ്യം പറഞ്ഞ ആ 4 കാര്യത്തിൽ ഒന്നാ, എനിക്ക് പ്രകാശിക്കണം. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാവും. അവനെ അല്ലാതെ വേറൊരാളെ ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കില്ല. അതായത് ശൗല് ആ കാര്യത്തിന് പോയപ്പോൾ, യുദ്ധത്തിന് പോയപ്പോൾ വേറൊരാളെ ദൈവമായിട്ട് അംഗീകരിക്കും. എന്താ? ദൈവം സകലത്തെയും നിർമ്മൂലമാക്കാൻ പറഞ്ഞ്, ജനം പറഞ്ഞ് നിർമ്മൂലമാക്കണ്ടെന്ന്. കുറേ എണ്ണത്തിനെ യാഗം കഴിക്കാനെടുത്ത് മാറ്റാൻ പറഞ്ഞു. ആര് കൽപ്പിച്ചത് നടന്നു? ദൈവം കൽപ്പിച്ചത് നടന്നില്ല, ജനം കൽപ്പിച്ചത് നടന്നു. ശൗലിൻ്റെ ദൈവം അതാ. പുരുഷാരത്താലുള്ള മാനമാണ് അവൻ്റെ ദൈവം, ജനത്താലുള്ള മാനമാണ് അവൻ്റെ ദൈവം. അതാ സങ്കീർത്തനക്കാരൻ പ്രാണൻ ഉറപ്പ് കൊടുക്കുകയാണ്, അസ്വസ്ഥമായ പ്രാണൻ ഉറപ്പ് കൊടുക്കുകയാണ്. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താ? അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയാണ്, എൻ്റെ ദൈവവുമാണ്. അവനെന്ത് പറയുന്നു അതായിരിക്കും എനിക്ക് പരമപ്രധാനം. ഒരാളുടെ ദൈവം ആരാ? ഒരാളുടെ ദൈവം, എല്ലാവരുടെയും ദൈവം യഹോവയാണ്, എല്ലാവരുടെയും ദൈവം യേശുവാണ്, എല്ലാവരുടെയും ദൈവം ഒരാളാണ്. പക്ഷേ അവരംഗീകരിച്ചതാരാ? അതിന് ഓർത്താൽ മതി. ഒരാളുടെ ദൈവം ആരാന്നറിയെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? അവൻ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നത് ആരെയാണ്? അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരെയാണ്? ഈ 4 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ആരെയാണോ അതാണ് അവൻ്റെ ദൈവം. അപ്പനെയാണെങ്കിൽ അത് അപ്പനാ ദൈവം, സഹോദരനാണെങ്കിൽ സഹോദരൻ്റെ ദൈവം, രാജാവാണെങ്കിൽ രാജാവാ ദൈവം. അപ്പോൾ അവനവൻ്റെ ദൈവത്തെ അവനവൻ്റെ സ്വഭാവമാണ് നിശ്ചയിക്കുന്നതെന്ന് സ്പഷ്ടം. അപ്പോൾ ഈ പോകുന്ന യാത്രയിൽ സങ്കീർത്തനക്കാരൻ പ്രാണന് ഉറപ്പ് കൊടുക്കുക, നീ പേടിക്കണ്ട, എന്തെല്ലാം സാഹചര്യം വന്നാലും ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തെയായിരിക്കും, മനുഷ്യനെയല്ല. സ്നേഹിക്കുന്നത്, അനുസരിക്കുന്നത്, വിശ്വസിക്കുന്നത് എൻ്റെ ദൈവത്തെയായിരിക്കും, നീ പേടിക്കണ്ട. അങ്ങനെ ഉറപ്പ് കൊടുത്തുകൊണ്ട് യാത്ര പോവുക. ഇങ്ങനെയുള്ളവന് പരാജയം വരില്ല. എങ്ങനെ? ഏത് യാത്രയ്ക്കിറങ്ങിയാലും, ഏത് പ്രവൃത്തിക്കിറങ്ങിയാലും ആ പ്രവൃത്തിക്ക് ഇറങ്ങുമ്പോഴേ ചിന്തിച്ചു കൊള്ളണം, ഞാൻ ഈ പ്രവൃത്തിക്ക് പോവുക, ഇതിൽ എൻ്റെ പ്രാണൻ്റെ ആഗ്രഹം എന്താ? എൻ്റെ പ്രാണൻ്റെ ചിന്ത എന്താ? ഒരല്പസമയം ധ്യാനിക്കാമെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. അവിടെ വെച്ച് ക്രമീകരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും, ഓരോ നീക്കത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണാം. കർത്താവേ, എൻ്റെ ഇഷ്ടം വേണ്ട, നീ വേണ്ടിയെടുത്ത എൻ്റെ പ്രാണന് നന്മയ്ക്ക് വേണ്ടി എന്താണോ
എൻ്റെ ആഗ്രഹം ഇതൊന്നും മാത്രമേ ഉള്ളൂ. പ്രകാശിക്കണം, സംസാരിക്കണം, വെളിച്ചം കാണണം, ജീവിക്കണം. ഇതല്ലാതെ വേറെ ആഗ്രഹം എനിക്കില്ല എന്ന് നമുക്കൊരു തീരുമാനം അങ്ങോട്ട് എടുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നു മുതൽ വേറൊരു നിലയിലേക്ക് നീങ്ങാൻ പോവാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.